പ്രിയ സുഹൃത്തുക്കളെ, അഫ്ഗാനിസ്ഥാനിൽ താലിബാനികൾ കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക നിയമമെന്ന രൂപത്തിൽ, ഇസ്ലാമിക ഭരണമെന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ രാഷ്ട്രം പടുത്തുയർത്തുന്നവർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകൾക്ക് നീതിമാനായ അള്ളാഹുവിന്റെ നീതിപീഠത്തിൽ ആർക്കനുകൂലമായിരിക്കും വിധി വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇക്കഴിഞ്ഞ ദിവസം തല മുതൽ പാദം വരെ മൂടുന്ന ഒറ്റ വസ്ത്രമായ ബുർഖ ധരിക്കാത്തതിന്റെ പേരിൽ പൊതുജന മധ്യത്തിൽ ഒരു യുവതിയെ താലിബാൻ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് നമ്മൾ ഞെട്ടലോടെയാണ് അറിഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ ഇനി സ്ത്രീകൾ അനുഭവിക്കേണ്ട ജീവിതത്തിന്റെ നേർക്കാഴ്ചയും തുടർച്ചയുമാണത്. ചോരയിൽ കുളിച്ചു കിടന്ന ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് അവളുടെ നിസ്സഹായരായ മാതാപിതാക്കൾ വിറങ്ങലിച്ച് നിൽപ്പുണ്ടായിരുന്നു. അതേ ദിവസമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് താലിബാൻ പ്രഖ്യാപിച്ചത്. ബുർഖ ധരിക്കാതെ വീടിനു വെളിയിൽ നിന്നു എന്ന കാരണത്താൽ ഒരു ജീവൻ ഇല്ലാതാക്കാൻ താലിബാൻ തയ്യാറായെങ്കിൽ വരാനിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഓരോ പുലരിയും സ്ത്രീകൾക്കും കുട്ടികൾക്കും എത്രമാത്രം ക്രൂരതയുടെയും നിസ്സഹായതയുടേതുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. മുള്ളുവേലിക്കപ്പുറത്ത് നിന്നുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനികർക്ക് എറിഞ്ഞുകൊടുക്കുന്ന അഫ്ഗാൻ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കണമേറെ. കഴിഞ്ഞ ദിവസം ലോകം നെഞ്ചു പിളർന്നാണ് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്ന കാഴ്ച കണ്ടത്. മുള്ളുവേലിയിൽ കോർത്തുടക്കിയ കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ മാതാപിതാക്കളായതുകൊണ്ട്, മക്കളായതുകൊണ്ട്, സഹോദരങ്ങളായതുകൊണ്ട്, സർവോപരി മനുഷ്യരായതുകൊണ്ട് നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതിനേക്കാൾ വലിയ വേദനകളും പീഡനങ്ങളുമാണ് ഇവർ ഇനിയും സഹിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾ ആ മണ്ണിൽ തന്നെ വളർന്നു വരികയാണെങ്കിൽ ആ അമ്മമാർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കില്ലെന്നു മാത്രമല്ല, അതിനേക്കാൾ വലിയ ക്രൂരതകൾക്ക് തങ്ങളുടെ മക്കൾ ഭാഗവാക്കാകുമെന്നും നന്നായിട്ട് അവർക്കറിയാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ 100-ൽ 1 പോലും സാധ്യതയില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്നും അഫ്ഗാനിസ്ഥാനിൽ കിടന്ന് കരയുന്നുണ്ടാകും. കിടപ്പ് രോഗികൾ, പ്രസവിച്ചു കിടക്കുന്നവർ, പൂർണ്ണ ഗർഭിണികളായവർ, മാറാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ഇവരെയൊക്കെ എടുത്തുകൊണ്ട് അവരെങ്ങോട്ടോടും. നമുക്ക് ഒരുമിച്ച് മരിക്കാം, പീഡനങ്ങൾ ഒരുമിച്ച് സഹിക്കാം. നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാപാലികർ വലിച്ചു കീറുമ്പോൾ നമുക്ക് കാണാം. നിസ്സഹായതയോടുകൂടി നോക്കി നിന്ന് നെഞ്ചു പൊട്ടി നിലവിളിക്കാം. അവർ നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്താൽ അതും നമുക്ക് സഹിക്കാം. നമ്മളിൽപ്പെട്ട ആണുങ്ങളെ വെടിവെച്ച് നമ്മുടെ മുമ്പിലിട്ട് വീഴ്ത്തുമ്പോൾ നമുക്ക് വിലപിക്കാം. കരയാൻ പോലും നമുക്ക് അവസരം നിഷേധിക്കപ്പെട്ടവരാണ്. അവരുടെ മാനസികാവസ്ഥയിലൂടെ നമ്മൾ ഓരോ മനുഷ്യരും കടന്നു ചെല്ലണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, സ്വന്തം മാറിൽ നിന്ന് പാല് കുടിക്കുന്ന കുഞ്ഞിനെ അടർത്തി മാറ്റി പട്ടാളക്കാർക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ അമ്മമാരുടെ മനസ്സിലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു പക്ഷേ ഈ താലിബാനികളുടെ വെടികൊണ്ട് മരിച്ചേക്കാം. വളരെ മൂർധന്യാവസ്ഥയിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം. കൈയും കാലും കണ്ണുമൊക്കെ ഛേദിക്കപ്പെട്ട് ഇവിടെ കിടന്ന് മാംസപിണ്ഡമായി നരകിച്ച് ജീവിക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ ലൈംഗിക അടിമകളാക്കി ഇവർ നമ്മളെ അനുഭവിച്ചേക്കാം. അതുമല്ലെങ്കിൽ പിടഞ്ഞു വീണു മരിക്കാം എന്റെ കുഞ്ഞെങ്കിലും. അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു മാതാവിന്റെ മനസ്സറിയണമെങ്കിൽ ഒരു ജാതിയോ മതമോ സംഘടനയോ ഒന്നും വേണ്ട, ഒരു പരലോക വിശ്വാസവും വേണ്ട, ഒരു സ്വർഗനരക ചിന്തയും വേണ്ട. മനുഷ്യനായാൽ മതി. മതത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിലുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കു നൽകുമെന്ന് കാബൂൾ പിടിച്ചടക്കിയ ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഒരു താലിബാൻ വക്താവാണ് പറഞ്ഞത്. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് നേർക്ക് പരിഹാസത്തോടെ പൊട്ടിച്ചിരിക്കുന്നുമുണ്ടായിരുന്നു. അതും നമ്മൾ കണ്ടതാണ്. വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമാകുന്ന ഈ ഇസ്ലാം മത വിശ്വാസികൾ എന്തിനേറെ അള്ളാഹു പോലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പറയുന്നതൊന്നും ഖുർആനിലൂടെ പറയുന്നതൊന്നും പ്രാവർത്തികമാക്കാതെ
വളരെ വാദം മുഴക്കുക മാത്രമാണ് അള്ളാഹുവും ചെയ്യുന്നത് ഖുർആനിലൂടെ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ജോലി സമ്പാദിക്കാനുള്ള അവകാശത്തിനാണെങ്കിലും ഒക്കെ ഞങ്ങൾ മതപരമായി അനുവദിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ചോദ്യവും പ്രതികരണവും എല്ലാത്തിനും വായടച്ചുത്തരവും പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ജനപ്രതിനിധികളായി സ്ത്രീകളെ തെരഞ്ഞെടുക്കാൻ അഫ്ഗാൻ ജനതയ്ക്ക് അവകാശമുണ്ടാകുമോ എന്ന ചോദ്യം കേട്ടിട്ട് എനിക്ക് ചിരിയും വരുന്നുണ്ട്, എന്നാൽ സങ്കടവും വരുന്നുണ്ട്. കാരണം ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഇവരാണോ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്? എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഫ്ഗാനിൽ അധികാരത്തിലെത്തുന്ന താലിബാൻ സ്ത്രീകൾക്ക് നൽകാൻ പോകുന്ന അവകാശങ്ങൾ എന്തായിരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലതൊക്കെ ഇന്നൽ ആക്കിലേക്ക് ഫെലിഷാറ ബുദ്ധിമാനു സൂചന മദീന. 20 വർഷങ്ങൾക്ക് മുമ്പ് കിരാതമായ ഒരു താലിബാൻ ഭരണത്തെ ആർക്കും മറക്കാൻ സാധിക്കില്ല. അവിടെയുള്ള ഓരോ പുൽക്കൊടിയും ഓർത്തിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിലേറെ നീളുന്ന തർക്ക വിഷയമാണ് അഫ്ഗാനിസ്ഥാനിലെ വനിതകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച്. അവരുടെ അവകാശങ്ങളുടെയും നിഷേധങ്ങളുടെയും വലിയ ഇടവേളകളിൽ നമ്മൾ കാണുന്നുണ്ട് പലതും. അഫ്ഗാനിസ്ഥാൻ വീണ്ടും താലിബാൻ ഭരണത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ പോട്ടെ, മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമെങ്കിലും നൽകുമോ എന്നത് ചോദ്യം തന്നെയാണ്. 1919 മുതൽ ഒരു ദശകക്കാലം അഫ്ഗാനിസ്ഥാൻ ഭരിച്ച കിങ് അബ്ദുള്ള ഖാൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും സമൂഹത്തിന്റെ നവീകരണത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. പാശ്ചാത്യ രീതിയിൽ രാജ്യത്തെ മോഡേൺ ആക്കാനുള്ള നടപടികളാണ് അദ്ദേഹം കൈക്കൊണ്ടത്. റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന മുസ്തഫ കമാൽ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇദ്ദേഹം കുറെ പുരോഗമന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ വ്യക്തമാക്കുന്ന ഭരണഘടന അദ്ദേഹം കൊണ്ടുവന്നു. ബാലവിവാഹം നിരോധിക്കുകയും ബഹുഭാര്യ സമ്പ്രദായം അവസാനിപ്പിക്കുകയും ചെയ്തു. മതനേതാക്കളുടെ അധികാര പരിധി വെട്ടിക്കുറച്ചു. സ്ത്രീകൾ മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമല്ലാതാക്കി ആവശ്യമുള്ളവർക്ക് മാത്രം ധരിക്കാം. കാബൂളിൽ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ആദ്യ സ്കൂൾ തുറന്ന സൊറായ രാജ്ഞി സ്ത്രീ അവകാശങ്ങളുടെയും രാജ്ഞിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രം പുരോഗമനവാദികളായിരുന്നില്ല അന്നത്തെ ജനത, പ്രത്യേകിച്ച് ഗ്രാമീണ ഗോത്ര സമൂഹങ്ങൾ. പലയിടങ്ങളിൽ നിന്ന് പ്രതിഷേധം അവർക്കെതിരെ ഉയർന്നു. പിന്നീട് അവ കലാപങ്ങളായി മാറി. മതം നയിക്കുന്ന ഏതൊരു സമൂഹത്തിനും ഇതൊക്കെ തന്നെയായിരിക്കും പര്യവസാനം എന്ന് വീണ്ടും കാലം നമുക്ക് തെളിയിക്കുന്നു. 1929 രാജാവിന് സ്ഥാനം നഷ്ടപ്പെട്ടു. തുടർന്ന് ഭരണത്തിലെത്തിയ മുഹമ്മദ് നാദിർ ഷാ മുൻ രാജാവിന്റെ ഉദാര നയങ്ങളെല്ലാം കാറ്റിൽ പറത്തി. 1933 മുതൽ 1973 വരെ സാഹിർ ഷായിരുന്നു ഭരണത്തലവൻ. അഫ്ഗാനിസ്ഥാന്റെ അവസാനത്തെ രാജാവായിരുന്നു അദ്ദേഹം. കുറേയേറെ പുരോഗമന നടപടികൾ അദ്ദേഹം കൊണ്ടുവന്നെങ്കിലും വളരെ ശ്രദ്ധാപൂർവമാണ് തന്റെ ജനതയ്ക്കിടയിൽ ഇത് നടപ്പിലാക്കിയത്. കാരണം ജനതയുടെ പൾസ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1964 വനിതകളുടെയും സഹകരണത്തോടെ പുതിയ ഭരണഘടന കൊണ്ടുവരികയാണ് ചെയ്തത്. വനിതകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതും ജനപ്രതിനിധികളായി മത്സരിച്ച അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള അവസരം നൽകുന്നതുമായിരുന്നു അത്. അങ്ങനെ വനിതകൾക്ക് തൊഴിൽ ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം സംജാതമായി. അഫ്ഗാൻ വനിതകൾ തങ്ങളുടേതായ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി രാഷ്ട്രീയത്തിലേക്ക് പതിയെ കാൽ വെച്ചു. എന്നാൽ കടുത്ത പാരമ്പര്യവാദികൾ അതിനെ എതിർത്തുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നപ്പോൾ എന്തായിരുന്നു? സ്ത്രീകൾ ജോലിക്കെത്തിയപ്പോൾ എന്തായിരുന്നു? എല്ലാ പുരോഗമനങ്ങളെയും തടയാൻ ഒരു വിഭാഗം മത ചിന്തകരുണ്ടാകും. തുടർ വിഷയങ്ങളിൽ അവകാശങ്ങൾ നൽകുന്നതിനെ പറ്റിയുള്ള മതപാരമ്പര്യവാദികളുടെ എതിർപ്പുകളും കലാപങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സ്ത്രീ പോരാട്ടങ്ങളും ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. 1979 അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അട്ടിമറിയുണ്ടായി. സാഹിർ ഷാ രാജാവ് കൊല്ലപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അതിക്രമിച്ചു കയറി രാജ്യത്ത് മാർക്സിസ്റ്റ് ഭരണം ഏർപ്പെടുത്തി. മുജാഹിദുകളും കമ്മ്യൂണിസ്റ്റ് പട്ടാളവും തമ്മിലുള്ള യുദ്ധങ്ങൾ വീണ്ടും സ്ത്രീ ജീവിതം ദുസ്സഹമാക്കി. 1989 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങി. 1990കളുടെ ആരംഭത്തിൽ
അതിതീവ്ര മതവാദികളുടെ മുന്നേറ്റമായാണ് താലിബാൻ രൂപമെടുക്കുന്നത് തന്നെ. പതിയെ താലിബാന് പ്രാതിനിധ്യം കൂടി. ഇപ്പോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും ഒരു ഇസ്ലാമിക സംഘടനയാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തീവ്ര വിഭാഗത്തിന് വളരാൻ ഒരുപാട് പ്രയാസങ്ങളൊന്നുമില്ല എന്ന് ISIS, ബൊക്കോ ഹറാം പോലെയുള്ള സംഘടനകൾ തെളിയിക്കുന്നുണ്ട്. പുതിയ സർക്കാർ സമാധാനം തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തി. അവർ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ മാർച്ച് നടത്തി. എന്നാൽ അവർ വാഗ്ദാനം ചെയ്ത നവസർക്കാരും സമാധാനവും ഒന്നുമായിരുന്നില്ല എന്ന് മാത്രം. 1996 മുതൽ 2001 വരെയുള്ള താലിബാൻ ഭരണകാലത്തുണ്ടായത് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സ്ത്രീ ജീവിതത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് വിലക്കേർപ്പെടുത്തുകയായിരുന്നു താലിബാൻ ആദ്യം ചെയ്തത്. പൊതുനിരത്തുകളിൽ ഇറങ്ങാനുള്ള സ്ത്രീകളുടെ അവകാശം നിഷേധിച്ചു. ജോലി ചെയ്യാൻ അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അടിയന്തര ഘട്ടത്തിൽ പുറത്തു പോകണമെങ്കിൽ രക്തബന്ധത്തിലുള്ള പുരുഷന്മാർ കൂടെ ഉണ്ടാകണമെന്നുള്ള കിരാതമായ നിയമവും അവർ കൊണ്ടുവന്നു. പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ പാടില്ലെന്നും നിയമമുണ്ടാക്കി. സ്ത്രീകൾ തലയും പാദവുമെല്ലാം മൂടുന്ന ബുർക്ക നിർബന്ധമായും ധരിക്കണമെന്ന നിബന്ധനയുണ്ടായി. മോഡേണായി ജീവിക്കുന്ന ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ച് പൊതു ഇടങ്ങളിൽ സ്വതന്ത്രമായി നടന്ന അഫ്ഗാൻ വനിതകൾ തെരുവുകളിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷരാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. വീടിന്റെ ബാൽക്കണികളിൽ ഇറങ്ങാനുള്ള അവകാശം പോലും സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. കാരണം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, സ്ത്രീകളെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കരുത്. വഅല്ലിമൂഹുന്നൽ ഖയാത്തത, അവർ തുന്നൽ പഠിച്ചാൽ മതി. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂർ, അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ വാർക്ക വീടുകളിൽ അവരെ നിങ്ങൾ കയറ്റരുത്. അതുകൊണ്ടാണ് ബാൽക്കണിയിൽ കയറാൻ സ്ത്രീകൾക്ക് നിഷേധമുണ്ടായിരുന്നത്, നിരോധനമുണ്ടായിരുന്നത്. സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ജനലുകൾ പോലും മറയ്ക്കണമെന്നായിരുന്നു വ്യവസ്ഥ. നിയമലംഘനത്തിന് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തി. ആൾക്കൂട്ടത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ചാട്ടവാർ കൊണ്ട് അടിക്കുക, മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമായിരുന്നു താലിബാൻ മുന്നോട്ട് വച്ചത്. മരണം വരെ കല്ലെറിയുക തുടങ്ങിയ പ്രാകൃതമായ ശിക്ഷാരീതികൾ അവർ അവലംബിച്ചു. ഇക്കാലത്ത് വനിതകളുടെ ആത്മഹത്യാ നിരക്ക് അഫ്ഗാനിസ്ഥാനിൽ ഭീതികരമായ രീതിയിൽ ഉയരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒട്ടേറെ യുവതികൾ വീടിനുള്ളിൽ തടവറകളിൽ നിന്ന് രക്ഷപ്പെടാനായി മരണത്തെ കൂട്ടുപിടിച്ചു. മാത്രമല്ല, പല സ്ത്രീകളും രോഗങ്ങൾ, മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് മാനസിക രോഗികളായി മാറി. ആവശ്യത്തിന് ചികിത്സ ലഭിക്കാതെ ഒട്ടേറെ പേർ മരണത്തിന് കീഴടങ്ങി. ചികിത്സ തേടാൻ ആശുപത്രികളിൽ പോകാൻ പോലും പലവിധ വിലക്കുകൾ സ്ത്രീകൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽ നമ്മൾ കണ്ടതാണ്. ഒരു മുസ്ലിം തീവ്രവാദി ഭാര്യയെ കൊണ്ടുപോയി ഡോക്ടർ എന്തോ ചോദിച്ചതിന്റെ പേരിൽ ഡോക്ടറെ പ്രഹരിച്ച, അങ്ങനെ ഡോക്ടർ ഈ പ്രൊഫഷണൽസ് ഡോക്ടേഴ്സും നഴ്സുമാരും ആശുപത്രി അധികൃതരും എല്ലാവരും കൂടി സമരത്തിൽ ഏർപ്പെട്ടതൊക്കെ നമ്മൾ ഈ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ട്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായി ഒരിക്കലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒന്നും അവസ്ഥ മെച്ചപ്പെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല, അടിയന്തര ഘട്ടത്തിൽ പോലും ചികിത്സ കിട്ടാതെ ഒട്ടനവധി സ്ത്രീകൾ മരണത്തിന് കീഴടങ്ങി. രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള ഭരണനിർവഹണ പ്രവർത്തനങ്ങളിൽ നിന്നും സ്ത്രീകൾ തൂത്തെറിയപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്ക് അതിനകത്ത് അതൊന്നും അറിയാൻ അവർ ബാധ്യസ്ഥരല്ല എന്ന നിയമവും കൊണ്ടുവന്നു. സ്ത്രീകളുടെ ശുദ്ധിയും അന്തസ്സും ഒരു പവിത്രമാക്കാനാണ് ഇവർ ശ്രമിച്ചത് എന്ന രൂപത്തിൽ താലിബാൻ നടപ്പിലാക്കിയ നിയമങ്ങളെല്ലാം സ്ത്രീകളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും മാത്രമല്ല ജീവിതത്തെയും അവകാശത്തെയും ജീവനെയും ആരോഗ്യത്തെയും ഒക്കെ സാരമായി ബാധിച്ചു. 8-10 വയസ്സുവരെ മദ്രസയിലെ വിദ്യാഭ്യാസം മാത്രം, അതും ആകമൂടി കറുത്ത ചാക്കിനകത്ത് ഇറങ്ങിക്കൊണ്ടു പോകണം. അതുമാത്രമേ പെൺകുട്ടികൾക്കുണ്ടായിരുന്നുള്ളൂ വിദ്യയുടെ അഭ്യാസം. ഇതിനിടെ പല വനിതകളും അതീവ രഹസ്യമായി വിദ്യാഭ്യാസം തേടി പിടിക്കപ്പെട്ടാൽ അവരെയും അധ്യാപകരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുക എന്നതായിരുന്നു താലിബാന്റെ ശിക്ഷാരീതി. അഫ്ഗാനിലെ വിവാഹങ്ങളിൽ 80% മുകളിലും നിർബന്ധിത വിവാഹങ്ങളാണെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈ ഹീൽഡ് ചെരുപ്പുകളോ പാദം പൂർണ്ണമായി മറയാത്ത ചെരുപ്പുകളോ ധരിക്കാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. സ്ത്രീകൾ എന്തു ചെയ്യണം, എന്തു ധരിക്കണം, എന്ത് സംസാരിക്കണം, എവിടെ പോകണം, എന്ത് ചികിത്സ തേടണം, ആരെ വിവാഹം കഴിക്കണം, എത്ര നാള് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എല്ലാം താലിബാൻ തീരുമാനിച്ചു. സ്ത്രീകളുടെ പാദരക്ഷകളുടെ ശബ്ദം കേട്ട് പുരുഷന്മാരിൽ ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ലെന്നതായിരുന്നു അവിടുത്തെ നിയമം. ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം പുരുഷൻ പെട്ടെന്ന് വികാരാധീനനായി പോകും. വിരലുകളിൽ നെയിൽ പോളിഷ് അണിയാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. നെയിൽ പോളിഷ് ഇട്ടതിന്റെ പേരിൽ സ്ത്രീകളുടെ നഖങ്ങൾ മുറിച്ചു മാറ്റുന്ന ശിക്ഷയായിരുന്നു താലിബാൻ നടപ്പിലാക്കിയിരുന്നത്. പത്രങ്ങളിലോ മാസികകളിലോ സ്ത്രീകളുടെ ചിത്രം പാടില്ലെന്ന നിയമമുണ്ടായിരുന്നു.
കടകളിലോ വീട്ടിലോ സ്ത്രീകളുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിരോധനം വന്നു. സ്ത്രീകളുടെ പേര് പരാമർശിക്കുന്ന സ്ഥലനാമങ്ങൾ പോലും പാടില്ല എന്ന നിയമമാണ് താലിബാൻ അവിടെ നടപ്പിലാക്കിയത്. പൊതു ഇടങ്ങളിൽ മാത്രമല്ല റേഡിയോ, TV തുടങ്ങിയ മാധ്യമങ്ങളിലും സ്ത്രീ സാന്നിധ്യത്തിന് നിരോധനമുണ്ടായി. 1996 തന്നെ താലിബാൻ അഫ്ഗാൻ സ്ത്രീകളെ തൊഴിലുകളിൽ നിന്ന് വിലക്കി. സ്കൂളുകളില് അധ്യാപകർ ഭൂരിഭാഗവും അന്ന് വനിതകളായിരുന്നതിനാൽ സ്കൂളുകൾ പൂട്ടിപ്പോയി. കാരണം ഇവർക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല, പരലോകം മാത്രം മതി. ആ ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഇനി ചിലർക്ക് എത്ര വലിയ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി, അവരെ നയിക്കുന്നത് മതബോധമാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യവുമില്ല. ആരോഗ്യ മേഖലയിലെ ഏതാനും സ്ത്രീകൾക്ക് മാത്രമാണ് തൊഴിലിൽ തുടരാൻ അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുള്ളവ വളരെ കുറവുമായിരുന്നു. പല വനിതാ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ തന്നെ താമസമാക്കി. കാരണം അതാണല്ലോ നല്ലത്. കിരാത താലിബാൻ ഭരണത്തിൽ ജോലി ഉപേക്ഷിച്ച ആരോഗ്യ പ്രവർത്തകർ ഏറെയാണ്. ജലലഭ്യത വളരെ കുറഞ്ഞ രാജ്യത്തിൽ പൊതു കുളിസ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യത്തെയും അവരുടെ മാനസികാരോഗ്യ നിലയെയും ഒക്കെ വളരെ രൂക്ഷമായ രൂപത്തിൽ ബാധിച്ചു. സ്വന്തം ശരീരം വൃത്തിയാക്കാൻ പോലും സ്ത്രീകൾക്ക് സൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. ചുണങ്ങ്, ചൊറി, സ്വകാര്യ ഭാഗങ്ങളിലെ അണുബാധ തുടങ്ങിയ ഒട്ടേറെ രോഗങ്ങളും സ്ത്രീകളെ അലട്ടി. മാനസിക സംഘർഷങ്ങളും കൊടും പീഡനങ്ങളും ഒറ്റപ്പെടലും സ്വാതന്ത്ര്യം നിഷേധിക്കലും സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെയും വളരെ സാരമായി ബാധിച്ചു. അന്ന് 97% വനിതകളിലും വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് ഒരു സർവേ വ്യക്തമാക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെ 2001 അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം നടത്തുന്നത്. അൽ-ഖായിദ നേതാവ് ബിൻ ലാദനെ കൈമാറാൻ താലിബാൻ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ കടന്നുകയറ്റം. താലിബാൻ ഇല്ലാത്ത മോഡേൺ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്ര നിർമ്മാണം എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ സജീവമായി തുടർന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സ്വതന്ത്ര ജീവിതത്തിന് കൂടുതൽ ഫോക്കസ് ലഭിച്ചു. 2004 ഭരണഘടനയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ രാഷ്ട്രീയത്തിലും ഭരണനിർവഹണത്തിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കി. വനിതകൾക്കായി സംവരണവും കോട്ടകളും ഏർപ്പെടുത്തി. പോലീസിലും പട്ടാളത്തിലും അഫ്ഗാൻ വനിതകൾ കടന്നുവന്നു. വിദഗ്ധരായ വനിതാ ഡോക്ടർമാരുണ്ടായി. വനിതാ ജഡ്ജിമാരും പ്രോസിക്യൂട്ടർമാരും ഉണ്ടായി. വനിതാ മാധ്യമ പ്രവർത്തകരും TV അവതാരകരും അഫ്ഗാൻ TV ചാനലുകളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നു. സിനിമാ സംവിധാന രംഗത്തേക്ക് പോലും സ്ത്രീകൾ കടന്നുവന്നു. പൊതു ഇടങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും സ്ത്രീ ജീവിതം അഫ്ഗാനിൽ സമ്പൂർണ്ണ പുരോഗതിയിലേക്ക് എത്തിയിരുന്നതേയില്ല. ആരോഗ്യ മേഖലയിലായിരുന്നു പുരോഗതി എത്തി നോക്കാതിരുന്നത്. പ്രസവത്തോടനുബന്ധിച്ചിട്ടുള്ള അമ്മമാരുടെ മരണനിരക്കിൽ ലോകത്ത് 1-ാം സ്ഥാനത്തായിരുന്നു അഫ്ഗാന്റെ സ്ഥാനം. രാജ്യത്തെ 90% സ്ത്രീകളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വിവിധങ്ങളായ ചൂഷണത്തിനും പീഡനത്തിനും ഇരയാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ നിയമവ്യവസ്ഥ രാജ്യത്തുണ്ടായിരുന്നില്ല. നിർബന്ധിത വിവാഹം തടയുന്നതിനും ഫലപ്രദമായ നിയമങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വത്ത് സമ്പാദനത്തിലും പാരമ്പര്യമായ സ്വത്തുക്കൾ ലഭിക്കുന്നതിനും അനുകൂലമായ നിയമവ്യവസ്ഥ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് ജീവിക്കാൻ ഏറ്റവും മോശമായ സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാൻ ഏറ്റവും മികച്ചതായിരുന്നു. ഏറ്റവും മുകൾ തട്ടിൽ തന്നെ സ്ഥിരമായി സ്ഥാനം പിടിച്ചു. അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം നഗരത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അവകാശങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിയതേയില്ല. പല ഗ്രാമങ്ങളിലും ഈ സ്വാതന്ത്ര്യങ്ങളെ ഇസ്ലാമിൽ അല്ലാത്തത് എന്ന ലേബലിലാണ് കണ്ടിരുന്നത്. പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുന്നവരോട് പലർക്കും വെറുപ്പായിരുന്നു. കൃത്യമായ കേന്ദ്രീകൃത ഭരണ സംവിധാനമില്ലാത്തതിനാൽ പല ഗ്രാമീണ മേഖലകളിലും അതിർത്തി ദേശങ്ങളിലും മത നേതാക്കളുടെയും പട്ടാളത്തിന്റെയും ഭരണത്തിന് കീഴിലായിരുന്നു. ഇവിടങ്ങളിലെ സ്ത്രീ ജീവിതം മുൻ താലിബാൻ കാലഘട്ടത്തിലേതുപോലെ ദുസ്സഹമായിരുന്നു എന്ന് നമുക്കറിയാം. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്ത്രീകൾക്കില്ലായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം തീരെയില്ലാത്ത അവസ്ഥയും. ശരീരം മുഴുവനായി മൂടുന്ന ഒറ്റ വസ്ത്രം മാത്രമാണ് അണിയാൻ അനുവാദമുണ്ടായിരുന്നത്. കുടിപ്പക തീർക്കുന്നതിന് കടം വീട്ടാനും പെൺകുട്ടികളെയും യുവതികളെയും കച്ചവട ചരക്കാക്കുക മാത്രമല്ല, അവരെ പന്തയ വസ്തുവാക്കി പോലും ഇവർ കണ്ടു. ഇങ്ങനെ ഏതാണ്ട് ശൈശവ ദശയിൽ തന്നെ നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങളെ നിർബന്ധിതമായി വിവാഹം ചെയ്തു. യാഥാസ്ഥിക വിഭാഗത്തിലേക്ക് അവർ പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി എന്നുള്ളതാണ് ശരിയായ രീതി. നമുക്ക് താലിബാന്റെ അവസ്ഥ തന്നെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരോടും അതുപോലെ താലിബാന് വേണ്ടി കുഴലൂതുന്ന താലിബാൻ ഫാൻസുകാരോടും പറയാനുള്ളത്, ഇത്തരം ഒരു നിയമമാണോ നിങ്ങൾ ഈ കേരളക്കരയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഒന്നും പറയാനില്ല. നന്ദി.